വിഷു ദിവസത്തിലൊരു വാട്ട് എയ്റ്റിൻ്റെ ഡേ ആണ്. രാവിലെ ഈ കടുംപായസമാണ്. ഇത് കുടിച്ച് പകുതി എത്തിയപ്പോഴാണ് ഞാൻ ഓർത്തത് വീഡിയോ എടുക്കുന്ന കാര്യം. അങ്ങനെ അതും കഴിച്ചിട്ട് പിന്നെ ദേ പാൽപ്പായസം ഉണ്ടായിരുന്നു, അതും കഴിച്ചു. ഗിത്താറിന് കഴിച്ചിട്ടൊക്കെ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പം കൊണ്ടുവന്നതാണ്. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ദേ പഞ്ചാരിക്കുട്ടി എനിക്കൊരു ചോക്ലേറ്റ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ചോക്ലേറ്റും കഴിച്ചു. അന്നത്തേക്കിന് വയറ് ഓൾറെഡി നിറച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 11:30 ആയപ്പോഴത്തേന് ഒരു ഇഡലിയും കുറച്ച് സാമ്പാറും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. വിഷു ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ഒരു സദ്യയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അന്നേരം അത് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് തേങ്ങ അധികം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം ആ തേങ്ങ വെച്ചിട്ട് ഞാനൊരു ജ്യൂസ് ഉണ്ടാക്കിയതാണ്. തേങ്ങയും ഏലക്ക പൊടിയും പഞ്ചസാരയും കുറച്ച് തണുത്ത വെള്ളവും കൂടെ അരിച്ചെടുത്തിട്ട് അത് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ ആ കൊന്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, ഇനി ഇലയുടെ ഉണ്ടാക്കുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതേ സദ്യയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പരിപ്പും പപ്പടമൊക്കെ കൂട്ടി പായസം കുടിക്കുന്ന സമയത്താണെങ്കിൽ വീഡിയോ എടുക്കാനേ മറന്നു കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് പായസത്തിൻ്റെ വീഡിയോ മിസ്സിംഗ് ആണെന്ന് അറിയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ സന്ധ്യയൊക്കെ ആയപ്പോഴത്തേന് ഈ ഒരു മാംഗോ ബാർ കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. എനിക്ക് ചോക്കോ ബാറിനെക്കാട്ടി ഇഷ്ടം മാംഗോ ബാറാണ്. അതും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും തണുത്തത് കഴിക്കാൻ തോന്നി. അങ്ങനെ ഉച്ചയ്ക്ക് റെഡിയാക്കി വെച്ചിരുന്ന ഫ്രൂട്ട് സലാഡ് ഉണ്ടായിരുന്നു കേട്ടോ. അതും കഴിച്ചു കേട്ടോ. ഇത് നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ റെസിപ്പി അറിയേണ്ടവർ താഴത്തെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കിയാൽ മതിയേ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത ഷോർട്സ് കാണാവേ.